ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസിലി തയ്യാറാക്കാൻ പറ്റിയ ഒരു പെപ്പർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പെപ്പർ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പെപ്പർ ചിക്കൻ റെസിപ്പി എങ്ങനെയെന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പെപ്പർ ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പെപ്പർ ചിക്കൻ ആകുമ്പോൾ പെപ്പർ തന്നെ ആയിരിക്കുമല്ലോ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കുരുമുളക് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ കറിയിലെ മെയിൻ ഐറ്റം പെപ്പർ തന്നെയാണ് കേട്ടോ. നമ്മൾ എരിവിനായിട്ട് പെപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കുരുമുളകൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളപ്പിച്ചെടുത്ത കുരുമുളകൊക്കെ ഞാനൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള നമ്മുടെ തിളപ്പിച്ച വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ പെപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 5-6 ചെറിയുള്ളിയും പിന്നെ 2 പച്ചമുളകാണ്. ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാൻ എടുത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതെല്ലാം നന്നായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 4 മീഡിയം സൈസ് സവോള ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. സവോള എന്തായാലും കറിയിലും അലിഞ്ഞു ചേരും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ സവാള അത്യാവശ്യത്തിനൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളി പച്ചമുളക് അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ മസാലകളുടെ എല്ലാം പച്ചമണം നന്നായി പോകുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ചെറിയുള്ളിയും പച്ചമുളകിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ പൊടിയായിട്ടാണ് ഉള്ളത് എങ്കിൽ നമുക്കിതിൻ്റെ മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂടുതൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പച്ചക്കുത്തുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിൽ. അതിനുശേഷം നമുക്ക് സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റ് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതെല്ലാം യോജിച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് സോട്ട് ചെയ്തെടുക്കാം. മല്ലിപ്പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ഇതുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യണം, സ്കിപ്പ് ചെയ്യരുത്. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ മസാലകളും നന്നായി മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെ പേസ്റ്റ് മുഴുവനായും തന്നെ നമുക്ക് ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കറിയിലെ മെയിൻ ഹൈലൈറ്റ് ഈ മസാലയാണ്. അപ്പോൾ അത് മുഴുവനായും ചേർത്ത് കൊടുക്കുക. ഇത്രയും കുരുമുളക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഓവർ എരിവൊന്നും ഉണ്ടാവില്ല. പാകത്തിനുള്ള എരിവ് തന്നെ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിലുള്ള കുരുമുളകിന് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമ്മൾ കുരുമുളക് ഓവറായിട്ട് ചേർക്കുന്നത് കാരണം കുറച്ച് പുളി ഉണ്ടെങ്കിലേ കറി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പുളിക്ക് ആവശ്യത്തിനായിട്ടുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ തക്കാളി മസാല എല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത ചിക്കൻ പീസസ് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മസാലകളും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയ്ക്ക് ചിക്കനിലേക്ക് നന്നായി കവറാവുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാള വാട്ടുമ്പോൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം ഞാനിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ നന്നായി കോട്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം, ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ വേവാനും പിന്നെ അത്യാവശ്യം ഗ്രേവിയിലാണ് ഞാൻ ഈ കറി വെക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത്ര ഗ്രേവി വേണ്ട എന്നുള്ളവർ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ കറി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കറി നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത്യാവശ്യം നേരം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളകും ഒക്കെ അളവ് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. കറി നമുക്ക് ഒന്നും കൂടെ കുറുക്കിയെടുക്കണം. ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറി. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒന്നും കൂടെ കറി കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കറിയാണ്. അപ്പോൾ ഇങ്ങനെ ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം. എപ്പോഴും ഒരേ രീതിയിൽ വെക്കാതെ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ കൊടുക്കാൻ മറക്കരുത്. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസുമായിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.